ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് എൻ്റെ റംസാൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഇഫ്താർ വിശേഷമാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറിക്കുള്ള ചെറുപയറൊന്ന് വറുത്തെടുക്കലാണ്. ഇന്ന് ചെറുപയർ പരിപ്പിനെ കൊണ്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയർ ഞങ്ങൾ തന്നെ ഇങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് കറി വെക്കുന്നതാണ്. അപ്പോൾ ചെറുപയർ വറുത്ത് തണിയാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ ഞാൻ നമ്മൾ ഒറോട്ടിക്കുള്ള അരി അരച്ചെടുക്കുന്നുണ്ട്. അരി അരച്ച് കുഴച്ച് വെക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചെറുപയർ തണിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതിന് ഒരേ ടൈമിൽ തന്നെ എല്ലാ പണികളും വേഗം തീർക്കുക, അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഫ്രീ ആകുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ചെറുപയർ തണിയുന്ന സമയം കൊണ്ട് പത്തിൻ്റെ അരി അരച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചെറുപയർ നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് പൊടിയണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ചെറുപയർ പരിപ്പ് കിട്ടും. കടയിൽ നിന്ന് പായസം വെക്കാൻ കിട്ടുന്ന ചെറുപയർ പരിപ്പ് ഉണ്ടാവും, പക്ഷെങ്കിൽ അത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുക, നമ്മളെ റംസാൻ്റെ നമ്മളെ നാട്ടിൽ ഒരു ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന പോലെയാണ് ചെറുപയർ തേങ്ങ അരച്ച് വെച്ച കറിയും ഒറോട്ടിയും. അതെന്തായാലും എല്ലാ വീട്ടിലും എല്ലാവരും ഉണ്ടാക്കും. നമ്മൾ കൈനല്ലെടുക്ക് അധിക വീട്ടിലും ചെറുപയർ ഡെയിലി കറി ഉണ്ടാവും, പക്ഷെങ്കിൽ നമ്മൾ ഡെയിലി വെക്കലില്ല. ഇങ്ങനെ എന്തായാലും നോമ്പിന് ഇത് ഉണ്ടാക്കും. ഒന്ന് ചെറുപയറെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ നമ്മൾ പണ്ട് അരിയൊക്കെ പാത്തിയെടുക്കുന്നില്ല, അതുപോലെ ഒന്ന് പാത്തിയെടുത്താൽ ഇതുപോലെ നമുക്കതിലെ പൊടികളും തോടും എല്ലാം പോയി കിട്ടും. എന്നിട്ട് ബാക്കി മുഴുവനുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ അതിലെ പൊടിയും തോടും ഒക്കെ പോയി കിട്ടും, നല്ല പരിപ്പ് കിട്ടും. അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് ആ ചെറുപയർ പൊടിച്ചെടുത്ത് കുറച്ച് വീണിട്ടെല്ലാം എല്ലാം അപ്പാടന്നെ ക്ലിയർ ആക്കി എന്നിട്ട് ചെറുപയർ കൈയ്യെടുക്കലാണ് ഇങ്ങനെ ഉണ്ടാകുക നമ്മളെ ചെറുപയർ. അപ്പോൾ അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള മുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു 3 വിസിലെടുക്കുന്നേരം വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ചെറുപയറിലേക്ക് തേങ്ങ അരച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഞാൻ നിരത്തിയ ഫ്രിഡ്ജിൽ നിന്ന് കടിയെല്ലാം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് അയച്ചു പോകാൻ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുപയർ വേകുന്ന ടൈം കൊണ്ട് തന്നെ തേങ്ങ അരച്ച് കടിയും ഫ്രൈ ചെയ്യലാണ്. നമ്മളെ കടിയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ കടിക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടോക്ക്. ഇങ്ങനെ കടിയെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ചെറുപയറിൻ്റെ കറിയും ചിക്കൻ ഫ്രൈയും ഒറോട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ റംസാൻ്റെ ചിക്കനൊക്കെ ഇങ്ങനെ 2 വിസിലടുപ്പിച്ചാണ് ഫ്രൈ ചെയ്യൽ. അല്ലാത്ത കുറേ ടൈം നമ്മൾ അതിന് തുച്ചും മറിച്ചെല്ലിട്ടിട്ട് അവിടെ നിന്നിട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ എളുപ്പപ്പണിക്ക് ഞാൻ കുക്കറിൽ 2 വിസിലടുപ്പിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലാണ്. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കും, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇതേ ടൈമിൽ തന്നെ സ്നാക്കിനുള്ള മുട്ടയും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും റംസാനിൽ എല്ലാ ദിവസവും മുട്ട ഉണ്ടാവും. മുട്ട വേണമെങ്കിലും റംസാനിൽ ചെറുപ്പം മുട്ടയെ കാണുന്ന ഒരു കാര്യം മുട്ട. നമ്മളെല്ലാം ചെറുപ്പത്തിൽ നോമ്പെടുക്കുന്ന മുട്ട, അതുപോലെ സ്നാക്കിനെല്ലാം വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും റംസാനിൽ എല്ലാ ദിവസവും മുട്ട ഉണ്ടാവും. അങ്ങനെ ചെറുപയർ വെന്തിട്ട് അതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിൽ തേങ്ങ എല്ലാം അരച്ചൊഴിച്ച് അതവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മുട്ട വെന്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതങ്ങ് മാറ്റി വെക്കുക.
ടൈം വന്നാൽ ചെറുപയർ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉള്ളിയും കറിവേപ്പിലും ഇട്ടിട്ട് അത് പൊട്ടിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ചെറുപയർ കറി റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റംദാനിൽ ഉണ്ടാക്കാത്തവരെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ കണ്ണൂർക്കാരെന്തായാലും ഈ ചെറുപയർ കറിയും ചിക്കൻ ഫ്രൈയും മറോട്ടി എന്തായാലും ഉണ്ടാക്കും. പക്ഷേ അല്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ചെറുപയർ താളിക്കാൻ വെച്ച ആ തട്ടെണ്ണ പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ മുട്ടയില്ല നേരത്തെ വേവിക്കാൻ വെച്ച മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പും മുളകും തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇട്ടതിന് ശേഷം അതിൽ 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ച് മറിച്ച് ജസ്റ്റ് ഒരു 2 മിനിറ്റുള്ള പണിയല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരാൾ മുട്ട ഫ്രൈ ചെയ്തത് കഴിക്കില്ല, അതുകൊണ്ട് അയാൾക്ക് മുട്ട ഫ്രൈ ചെയ്തിട്ടില്ല. എന്നിട്ട് അതെല്ലാം അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഇന്ന് കഞ്ഞിക്ക് ബദൽ ഞാൻ തെരുകാച്ചിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കാഷ്നട്ടും മുന്തിരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാനിൽ തന്നെ അവിയിൽ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള തെരി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. തിളക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അങ്ങനെ പഞ്ചസാരയും പാലൊക്കെ തിളച്ച് നല്ല കുറുകി തെരിയെല്ലാം വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കാത്തയും തെരുകാച്ചി ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ പാലെല്ലാം ഒഴിച്ച് പഞ്ചസാരയും തെരിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇറക്കാൻ നേരം കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ തെരുകാച്ചിനായാലും നമ്മൾ ഉണ്ടാക്കുന്ന സെമിപ്പാച്ചിനായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ നേരത്തെ എന്താ പറയുക ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ തെരുകാച്ചി റെഡിയായി. പിന്നെ അടുത്തതായി ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഒറോട്ടിയാണ്. അപ്പോൾ ഒറോട്ടിൻ്റെ കല്ല് വെച്ച് ചൂടാകുമ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടിട്ട് ഒറോട്ടിയും ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാ പണികളും പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കുക. പരമാവധി അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഫ്രീ ആയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കാത്തിക്കുക. അങ്ങനെ ഒരോട്ടിയെല്ലാം ചുട്ടിട്ടതിന് ശേഷം ഞാൻ അടുത്തതായി നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്ന് ലാസ്റ്റാണ് കേട്ടോ ജ്യൂസ് എടുക്കുന്നത്. ജ്യൂസ് എടുക്കുന്ന ഓറഞ്ച് ആയതുകൊണ്ട് പിന്നെ കുറേ മുമ്പ് അടിച്ച് വെച്ചാൽ അതിൻ്റെ തണുപ്പൊക്കെ പോയി. അതുപോലെ തന്നെ ഒരു കയ്പ്പ് വരാൻ കുരു അടിഞ്ഞാലേ കയ്പ്പ് വരും. അത് കൂടുതൽ ടൈം ഓറഞ്ച് അടിക്കാണ്ടിരുന്നാൽ തന്നെ ഓറഞ്ച് ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുറേ ടൈം നമ്മൾ ജാറിലിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കുമ്പോഴാണ് അതിൻ്റെ കുരുവൊക്കെ അടിഞ്ഞിട്ട് കയ്പ്പ് വരിക. എന്നാലും ഓറഞ്ച് ജ്യൂസ് ഇഫ്താറിന് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ബാങ്കിൻ്റെ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയാൽ മതി. അല്ലാത്ത നമ്മൾ സ്ട്രോബെറിയോ വേറെ മിൽക്ക് പിന്നെ കട്ടയാക്കി അടിക്കുന്നതാണെങ്കിൽ കുറേ മുമ്പ് അടിച്ച് വെച്ചാൽ ആ മിൽക്കിൻ്റെ തണുപ്പ് ഉണ്ടാവും. നമുക്ക് കുടിക്കാൻ നേരം ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഓറഞ്ച് ജ്യൂസ് നമ്മൾ കുടിക്കുന്നതിന് കുറച്ച് മുമ്പ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ജ്യൂസെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6:30 ആ ടൈം ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ബാങ്കിനായിട്ട് കാത്തിരിക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇഫ്താറിനുണ്ടാക്കിയ സ്നാക്കും ഫുഡും ഒക്കെ. ഇതാണ് നമ്മളെ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. അപ്പോൾ ബാങ്ക് വിളിച്ച് ഞാൻ എന്താ പറയുക നോമ്പ് മുറിക്കുന്നതോ അങ്ങനത്തെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉമ്മയും അവർക്കൊന്നും അങ്ങനെ വീഡിയോ എടുക്കുന്ന അത്രയില്ല താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബാങ്ക് വിളിച്ച് ഫ്രൂട്ട്സും വെള്ളവും ജ്യൂസെല്ലാം കുറ്റ പാലും കൊണ്ട് നോമ്പ് മുറിച്ചിട്ട് നമസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഫ്താറിന് ഉപയോഗിച്ച ഫുഡ് കഴിച്ച പാത്രങ്ങൾ കഴുകാനും പിന്നെ ഒന്ന് കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കാനുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ തറാവി നമസ്കാരത്തിനുള്ള ടൈമായി. തറാവി നമസ്കാരം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്നാക്കും അതുപോലെ തെരുകാച്ചിയതും ഫ്രൂട്ട്സെല്ലാം
കഴിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.